X-rays, production of X-ray. X-ray ഇൻവെന്റ് ചെയ്തത് റോൺചൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. റോൺചൻ, WK റോൺചൻ, 1895. സോ 1895 എക്സ്റേ കണ്ടെത്തിയത്. സോ ഇദ്ദേഹത്തിന് ദ ഫസ്റ്റ് നോബൽ പ്രൈസ് ഇൻ ഫിസിക്സ് അത് എക്സ്റേയുടെ കണ്ടുപിടുത്തത്തിന് വേണ്ടിയാണ്. സോ വാട്ട് യു മീൻ ബൈ എക്സ്റേ? The fast moving electron is suddenly stopped using a metallic rod. Then X-ray is produced. അതായത് വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഇലക്ട്രോൺസ്, ഫാസ്റ്റ് മൂവിങ് ഇലക്ട്രോൺസ്, അതൊരു മെറ്റൽ ടാർഗറ്റിൽ വന്നിട്ട് സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് അവിടുന്ന് ആ കൊളീഷനിൽ ഉണ്ടാവുന്ന ആ എനർജിയാണ് എക്സ്റേ ആയിട്ട് എമിറ്റ് ചെയ്യുന്നത്. സോ എക്സ്റേ ഇസ് എ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. സോ ലൈറ്റ് ഈസ് ഓൾസോ എൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. അപ്പോൾ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ ഒരു പെർട്ടിക്കുലർ വേവ് ലെങ്ത് ഉള്ള റേസിനെയാണ് എക്സ്റേ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫാസ്റ്റ് മൂവിങ് ഇലക്ട്രോൺസ് is suddenly stopped, then a ray is emerged. That ray is known as X-ray. സോ അതിൻ്റെ വേവ് ലെങ്ത് റേഞ്ച് എന്ന് പറയുന്നത് 0.5 ആങ്സ്ട്രോം ടു 15 ആങ്സ്ട്രോം ആണ്. വി നോ ദാറ്റ് 1 ആങ്സ്ട്രോം ഈക്വൽ ടു 10⁻⁻10 മീറ്റർ. 1 ആങ്സ്ട്രോം എന്ന് പറയുന്നത് 10⁻⁻10 മീറ്റർ. സോ ദ വേവ് ലെങ്ത് റേഞ്ച് ഓഫ് എക്സ്റേസ് in between 0.5 angstrom to 15 angstrom. Okay. Then the high energy electron beam, the energy in the range of kilovolt. Kilovolt means 10⁻³ volt, that is 1000 volt. അപ്പോൾ ഇത്രയും എനർജി ഉള്ള ഇലക്ട്രോൺസ് മെറ്റലിൽ വന്നിട്ട് ബൊമ്പാർഡ് ചെയ്യും. സോ ആ മെറ്റൽ ഒരു മോളിബ്ഡനം കൊണ്ട് അത് കോട്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ. സോ ആ സമയത്ത് അവിടുന്ന് അതായത് ഒരു പെർട്ടിക്കുലർ റേ പുറത്തേക്ക് വരും. അപ്പോൾ അത് റോൺചൻ കണ്ടുപിടിക്കുന്ന സമയത്ത് എന്ത് റേ ആണ് അദ്ദേഹം മനസ്സിലായിട്ടില്ല. സോ നമുക്ക് അറിയാത്തൊരു സാധനത്തിന് എക്സ് എന്നാ പറയാം. സോ അതുകൊണ്ടാണ് അതിന് എക്സ്റേ എന്ന് പറയുന്നത്, എക്സ്റേസ്. ഓക്കെ. ദെൻ 1913 another scientist named Dr. W.D. Coolidge, who developed the X-ray tube. അപ്പോൾ 1895 ഇത് കണ്ടെത്തിയതിന് ശേഷം ഇത് വളരെ കുറച്ചുകൂടി നല്ല രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഒരു ട്യൂബ് ഡിസൈൻ ചെയ്തത് ഡോക്ടർ W.D. Coolidge. ഓക്കെ. In 1913. So that tube is known as Coolidge tube. So X-ray tube is otherwise known as Coolidge tube. So Coolidge tube യൂസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ എക്സ്റേ പ്രൊഡ്യൂസ് ചെയ്യുന്നിട്ടുള്ളത്. ഓക്കെ. സോ ഇതിൻ്റെ മെക്കാനിസത്തിലേക്കാണ് നമ്മൾ അടുത്ത പോകുന്നത്. ഇൻസ്ട്രുമെൻറ്റേഷനിൽ എന്തൊക്കെയാണുള്ളത്? സോ ദിസ് ഈസ് Coolidge tube. ഇൻസ്ട്രുമെൻറ്റേഷനിലെ B is known as bulb. സോ ഈ ഒരു ഷേപ്പിന് ഇതിന് ബൾബ് എന്നാണ് പറയുന്നത്. T1 and T2. ഓക്കെ. T1, T2. 2 കോയാക്സിയൽ പ്രൊജക്റ്റിംഗ് ട്യൂബ്. ഇതാണ് ഇതിനെയാണ് ഉദ്ദേശിക്കുന്നത്, പ്രൊജക്റ്റിംഗ് ട്യൂബ്. T1 and T2. ഓക്കെ. ദെൻ F. This is F. F is a tungsten filament. സോ അതാണ് ഇവിടെ കാത്തോഡായിട്ട് ആക്ട് ചെയ്യുന്നത്, ടങ്സ്റ്റൺ ഫിലമെന്റ്. ഓക്കെ. ദെൻ ഇവിടെ ഒരു എസ് എന്ന് പറയുന്ന ഇത് കോട്ടിംഗ് ഉണ്ടാവും. ദിസ് ഈസ് മോളിബ്ഡിനം. ഓക്കെ. മോളിബ്ഡിനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ഹൈ അറ്റോമിക് നമ്പർ ആൻഡ് ഹൈ മെൽറ്റിംഗ് പോയിന്റ്. അപ്പോൾ ഹൈ അറ്റോമിക് നമ്പറും ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ മോളിബ്ഡിനം ഇവിടെ യൂസ് ചെയ്യുന്നത്. കാരണം എന്നാൽ മാത്രമേ അതിൽ നിന്ന് കൂടുതൽ എനർജി പുറത്തേക്ക് വരുള്ളൂ. ദെൻ അതുപോലെ തന്നെ എ, ദാറ്റ് ഈസ് നോൺ ആസ് ആനോഡ്. ദിസ് ഈസ് ആനോഡ്. അപ്പോൾ ആനോഡിലും എന്തുണ്ട്? മോളിബ്ഡിനും ഉണ്ട്. അതുകൂടാതെ ഇവിടെ കോപ്പറിൻ്റെ ഒരു കോട്ടിങ്ങും ഉണ്ട്. അതുപോലെ തന്നെ മോളിബ്ഡിനും അതിനെ കവർ ചെയ്തിട്ടുണ്ട്.
ഓക്കെ. ദെൻ ഇവിടെ ഉള്ളതാണ്, ദിസ് ഈസ് നോൺ ആസ് വാട്ടർ ബാത്ത്. ഇവിടെ നിങ്ങൾ ഈ എയർ മാർക്ക് കാണുന്നത് ഇത് വാട്ടർ ബാത്ത്. കാരണം ദ എക്സസ് ഹീറ്റ് പ്രൊഡ്യൂസ് ഇൻസൈഡ് ദ ട്യൂബ്. അപ്പോൾ കൂടുതൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ അവിടുന്ന് വാട്ടർ ബാത്തിലൂടെ അതിനെ റിമൂവ് ചെയ്യണം, എന്നിട്ട് അതിൻ്റെ ഒരു ഇക്വിലിബ്രിയത്തിലേക്ക് എത്തിക്കണം. എന്നാൽ മാത്രമേ ഈ ഒരു പ്രോസസ്സ് നടക്കുള്ളൂ. അപ്പോൾ കൂടുതൽ ടെമ്പറേച്ചർ ഇതിനുള്ളിൽ ഉണ്ടാകുകയാണെങ്കിൽ എക്സ്റേ ഉണ്ടാകുന്നത് പിന്നെ അതിൽ തടസ്സം ഉണ്ടാവും. ഓക്കെ. സോ ഇവിടെ ടെമ്പറേച്ചർ, അതായത് ഇതിൻ്റെ റേഞ്ച് ഹൈ വോൾട്ടേജ്, അതായത് ആനോഡിനും കാത്തോഡിനും ഇടയിൽ ഹൈ വോൾട്ടേജ് ക്രിയേറ്റ് ചെയ്യും. ഇവിടെ ഫിലമെന്റ് എന്ന് പറഞ്ഞാൽ ടെങ്സ്റ്റൺ ഫിലമെന്റ് ആണ്. ടെങ്സ്റ്റൺ ഫിലമെന്റിനെ ഹീറ്റ് ചെയ്യിക്കുന്നുണ്ടാവും. ഓക്കെ. സോ ഹീറ്റ് ചെയ്തിട്ട് അതിൻ്റെ ടെമ്പറേച്ചർ അബൌട്ട് 2000 ഡിഗ്രി സെൽഷ്യസ് അങ്ങനെ ആകുന്ന സമയത്ത് തെർമിയോണിക് എമിഷൻ വഴി ഇലക്ട്രോൺ എമിറ്റ് ചെയ്യും. ഓക്കെ. അതായത് ഒരു മെറ്റലിന് ഇലക്ട്രോൺ എമിറ്റ് ചെയ്യണമെങ്കിൽ പല മെത്തേഡ് ഉണ്ട്. അതിലൊന്നാണ് തെർമിയോണിക് എമിഷൻ. ആൻഡ് മെറ്റൽ ഈസ് ഹീറ്റഡ് അബൌട്ട് 2000 ഡിഗ്രി സെൽഷ്യസ്. ദെൻ അപ്പോൾ ആ മെറ്റലിലുള്ള ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്, ഔട്ടർ മോഷനിലുള്ള ഫ്രീ ഇലക്ട്രോൺ. ദാറ്റ് ഫ്രീ ഇലക്ട്രോൺ ഗെറ്റ് ഇനഫ് എനർജി. That energy is equal to or greater than the work function of the metal, then electrons are emitted from the metal surface. Okay. അതൊരു മെറ്റലിന്റെ ഔട്ടർ മോഷനിലുള്ള ഇലക്ട്രോൺസ്, ദാറ്റ് ഈസ് നോൺ ആസ് വാലൻസ് ഇലക്ട്രോൺ. അപ്പോൾ ആ വാലൻസ് ഇലക്ട്രോണിനെ പുറത്തേക്ക് വരുത്തിക്കണം. അപ്പോൾ അതിന് വേണ്ടി ഒരു മിനിമം എനർജി ഉണ്ട്. അത് ത്രെഷോൾഡ് എനർജി എന്നൊക്കെ പറയുന്ന പോലെ നമ്മളൊരു റിയാക്ഷൻ നടക്കാൻ വേണ്ടി മിനിമം എനർജി ഉണ്ട്. ദാറ്റ് ഈസ് നോൺ ആസ് ത്രെഷോൾഡ് എനർജി. ഓക്കെ. അപ്പം ഈ മെറ്റൽ സർഫസിൽ നിന്ന് ഇലക്ട്രോണിനെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള മിനിമം എനർജി, ദ എമൗണ്ട് ഓഫ് എനർജി വിത്ത് വിച്ച് ഇലക്ട്രോൺ എമിറ്റഡ് ഫ്രം ദ മെറ്റൽ സർഫസ്, ദാറ്റ് ഈസ് നോൺ ആസ് വർക്ക് ഫംഗ്ഷൻ. അപ്പം ആ വർക്ക് ഫംഗ്ഷനേക്കാൾ കൂടുതൽ എനർജി കൊടുക്കുകയാണെങ്കിൽ അവിടുന്ന് ഇലക്ട്രോൺ പുറത്തേക്ക് എമിറ്റ് ചെയ്യും. ഓക്കെ. ആ വർക്ക് ഫംഗ്ഷൻ്റെ യൂണിറ്റ് ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഓക്കെ. ദെൻ ആൽക്കലി മെറ്റൽസ് ഒക്കെ ചെറിയ അതായത് റേഡിയേഷൻ വന്ന് പതിക്കുന്ന ഇലക്ട്രോൺ പുറത്തേക്ക് പോകുന്നുണ്ടാവും. ഓക്കെ. സോ തെർമിയോണിക് എമിഷൻ എന്ന് പറഞ്ഞാൽ ഒരു മെറ്റലിനെ ചൂടാക്കിയിട്ട് ഇലക്ട്രോണിനെ എമിറ്റ് ചെയ്യിക്കുന്ന പ്രോസസ്, ദാറ്റ് ഈസ് നോൺ ആസ് തെർമിയോണിക് എമിഷൻ. സോ ടങ്സ്റ്റൺ ഫിലമെന്റ് യൂസ് ചെയ്യുന്നത് തെർമിയോണിക് എമിഷന് വേണ്ടിയാണ്. അപ്പോൾ ഇവിടെ ഹൈ വോൾട്ടേജ് നമ്മൾ കൊടുക്കും. അതിനാണ് ഇവിടെയുള്ള അറേഞ്ച്മെന്റ്. ഈ കോയില് ഇവിടെ റിയോസ്റ്റാറ്റിന്റെ ഉള്ള ഒരു വേരിയബിൾ റെസിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഇവിടെയുള്ള വോൾട്ടേജ് നമ്മൾ സെറ്റ് ചെയ്യും. അപ്പോൾ വോൾട്ടേജിനനുസരിച്ച് നമുക്ക് എത്ര ഫ്രീക്വൻസി ഉള്ള എക്സ്റേ ആണോ വേണ്ടത് നമുക്ക് ഈ വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പിന്നെ അത് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ. അപ്പം ഇവിടുന്ന് ഇലക്ട്രോൺ, ഫാസ്റ്റ് മൂവിങ് ഇലക്ട്രോൺ ഇങ്ങനെ മൂവ് ചെയ്യാണ്. അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ പെട്ടെന്ന് അത് സ്റ്റോപ്പ് ചെയ്യും, സഡൻലി സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഇതിൻ്റെ പാർട്ട് ഓഫ് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു എ റേ. അങ്ങനെയുള്ള ആ ഒരു അതിൽ ഒരു കുറേ എനർജി ഇലക്ട്രോമാഗ്നറ്റിക് റേസ് ആയിട്ട് മാറും. ദാറ്റ് റേ ഈസ് നോൺ ആസ് എക്സ്റേ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സ്റേ. ദിസ് ഈസ് എക്സ്റേ. ഓക്കെ. സോ ഇതാണ് ഇതിൻ്റെ ഇൻസ്ട്രുമെന്റേഷൻ. ഒരു എക്സ്റേ ട്യൂബ്, കൂളിഡ് ട്യൂബിന്റെ ഇൻസ്ട്രുമെന്റേഷൻ ആണ്. അപ്പോൾ എക്സാമിന് ഈ ഇതിന്റെ പ്രൊഡക്ഷൻ ചോദിക്കുമ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ അതിൽ വരച്ചിട്ട് ഏതൊക്കെയാണെന്നുള്ളത് അവിടെ അടയാളപ്പെടുത്തണം. ഓക്കെ. മെക്കാനിസം ഓഫ് പ്രൊഡക്ഷൻ ഓഫ് എക്സ്റേ. ഫസ്റ്റ് വൺ, ഹൈ പൊട്ടൻഷ്യൽ 50 to 200 കിലോവോൾട്ട്. അതായത് ഈ ആനോഡിനും കാത്തോഡിനും ഇടയിലുള്ള പൊട്ടൻഷ്യൽ അത് നമ്മൾ ഇവിടെ ഇത് വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുക. സോ അതിൻ്റെ റേഞ്ച് 50 to 200 കിലോ വോൾട്ട് ആണ്. അത്രയും പൊട്ടൻഷ്യൽ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യും. ഓക്കെ. ദെൻ അതിനു വേണ്ടി സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നുണ്ട്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. അപ്പോൾ ഇവിടുന്ന് അടുത്തത് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നു. നമ്മൾ പറഞ്ഞു ഏതാ? തെർമിയോണിക് എമിഷൻ വഴി ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നു. അങ്ങനെ എമിറ്റ് ചെയ്ത ഇലക്ട്രോൺ പല ഭാഗത്തേക്കായിരിക്കും ഉണ്ടാകുക. അതിനെ ഫോക്കസ് ചെയ്യുന്നു. അതിനു വേണ്ടിയാണ് ഇവിടെ സിലിണ്ടറിക്കൽ ഷീൽഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയും മോളിബ്ദിനം കോട്ട് ചെയ്തിട്ടുണ്ടാകും, കാരണം അത് കുറേ കൂടി അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട്. മോളിബ്ദിനത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ അറ്റോമിക് നമ്പർ കൂടുതലാണ്, അതുപോലെ തന്നെ അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് വളരെ കൂടുതലാണ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ, ഫാസ്റ്റ് മൂവിങ് ഇലക്ട്രോൺസ് ആണ്. ഈ ഇലക്ട്രോൺസ് ബൊംബാർഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൈനറ്റിക് എനർജിയുടെ മേജർ പാർട്ട്
ഹീറ്റായിട്ട് പോകുന്നുണ്ടാവും. സോ 97.8% ഹീറ്റായിട്ട് പോകും, ബാക്കിയുള്ളതാണ് എക്സ്റേ ആയിട്ട് വരുന്നത്. സോ അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഇതിനുള്ളിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെ എക്സസ് ഹീറ്റ് ഉണ്ടാകുന്ന സമയത്താണ് ഇവിടെ വാട്ടർ ബാത്ത് യൂസ് ചെയ്യുന്നത്. അതാണ് അടുത്തത് പറയുന്നത്, വാട്ടർ ബാത്ത്. അപ്പോൾ വാട്ടർ ബാത്ത് ഇത് സർക്കുലേറ്റ് ചെയ്യായിരിക്കും, അത് കൂളായിട്ടുള്ള വാട്ടർ ആയിരിക്കും, അതിങ്ങനെ സർക്കുലേറ്റ് ചെയ്യുക. അങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എക്സസ് ഹീറ്റിന് അവിടുന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ടാവും. ഓക്കെ, ദെൻ ഇവിടെ മറ്റൊരു പ്രത്യേകത, when the target is positive, so this is positive with respect to filament. ഓക്കെ, ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് എന്താ, AC സിഗ്നലാണ്. അപ്പോൾ AC സിഗ്നൽ ആയതുകൊണ്ട് the first half cycle the anode become positive and filament, okay, this tungsten filament എന്തായിരിക്കും നെഗറ്റീവ്. ആ സമയത്ത് ഈ ഇലക്ട്രോൺസ് വരുന്നുണ്ട്, ഈ ഫിലമെൻറ്റിന് ഇലക്ട്രോൺസ് വരുന്നത്, ഇത് പോസിറ്റീവ് ആകുന്ന സമയത്ത് മാത്രമേ ഇത് എന്ത് ചെയ്യുള്ളൂ, അട്രാക്ട് ചെയ്യുള്ളൂ. സോ ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആ സമയത്ത് മാത്രമേ എക്സ്റേ വരുള്ളൂ. സോ നെക്സ്റ്റ് ഹാഫ് സൈക്കിളിൽ ഇതെന്താവുക, ഇത് നെഗറ്റീവ് ആകും. സോ ഇത് പോസിറ്റീവ്, ആ സമയത്ത് ഇലക്ട്രോൺസ് ആണ് വരുന്നത്, ഈ ഇലക്ട്രോൺസിനെ റിപ്പൽ ചെയ്യും. ഓക്കെ, ആ സമയത്ത് എക്സ്റേ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ ഒരു ഹാഫ് സൈക്കിളിൽ മാത്രമായിരിക്കും എക്സ്റേ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, നെക്സ്റ്റ് ഹാഫ് സൈക്കിൾ എക്സ്റേ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് നമുക്കൊരു റെക്ടിഫയർ പോലെയാണ് ആക്ട് ചെയ്യുന്നത്. നമുക്കറിയാം റെക്ടിഫയർ എന്ന് പറയുന്നത് എന്താ, അതായത് AC സിഗ്നലിനെ DC ആക്കി മാറ്റുക, അല്ലേ, ഹാഫ് വേവ് റെക്ടിഫയർ, ആ ഒരു മോഡലിലാണ് ഇതിവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കാരണം AC ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്, AC സിഗ്നൽ. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ പൊളാരിറ്റി മാറുന്നതിനനുസരിച്ചിട്ട്, അപ്പോൾ എപ്പോഴാണ് എക്സ്റേ പ്രൊഡ്യൂസ് ചെയ്യുക, ദ ഫസ്റ്റ് ഹാഫ് സൈക്കിൾ, അതായത് ടാർഗറ്റ് എന്തായിരിക്കണം, പോസിറ്റീവ് ആയിരിക്കും. കാരണം വരുന്നത് ഫാസ്റ്റ് മൂവിങ് ഇലക്ട്രോൺ, അപ്പോൾ ആ ഇലക്ട്രോൺ അട്രാക്ട് ചെയ്യുന്നത് പോസിറ്റീവ് പ്ലേറ്റ് ആയിരിക്കും. അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിളിലാണ് എക്സ്റേ ഉണ്ടാകുക, നെക്സ്റ്റ് നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ എക്സ്റേ ഉണ്ടാകുന്നുണ്ടാവില്ല. അപ്പോൾ അത്രയും, കാരണം നമുക്കറിയാം AC സിഗ്നൽ എന്ന് പറഞ്ഞാൽ 50 സൈക്കിൾ ആണ് പെർ സെക്കൻഡ് ആണ്, അപ്പോൾ അത്രയും ഫാസ്റ്റിൽ ഇത് ഉണ്ടാകുന്നുണ്ടാവും. സോ ഇതാണ് ഇതിൻ്റെ മെക്കാനിസം. ടൈപ്പ് ഓഫ് എക്സ്റേ. There are two types of X-ray, soft X-ray and hard X-ray. A soft X-ray എന്ന് പറയുമ്പോൾ വേവ് ലെങ്ത് 4 ആംഗ്സ്ട്രോം ആയിരിക്കും, വേവ് ലെങ്ത് 4 ആംഗ്സ്ട്രോം. അപ്പോൾ നമുക്കറിയാം എനർജി, ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ എനർജി ഈക്വൽ ടു H ന്യൂ ആണ്. H എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, ന്യൂ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി. ന്യൂ എന്ന് പറയുന്നത് എന്താ, C/λ ആണ്. C എന്ന് പറയുന്നത് എന്താ, വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്, അല്ലേ. അതെത്രയാണ്, വെലോസിറ്റി ഓഫ് ലൈറ്റ് എത്രയാ, 3 × 10⁸8 മീറ്റർ പെർ സെക്കൻഡ്, 10⁸8 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എനർജി എങ്ങനെ കിട്ടും, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താ കിട്ടും, hc/λ എന്ന് കിട്ടും, hc/λ. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ ലാംഡ ഡിനോമിനേറ്റർ ആണ്, ഡിനോമിനേറ്റർ കുറയുമ്പോൾ, അല്ലേ, ഡിനോമിനേറ്റർ കുറയുമ്പോൾ എനർജി കൂടുന്ന അർത്ഥം. കാരണം വേവ് ലെങ്ത് കുറയുമ്പോൾ ഫ്രീക്വൻസി കൂടും, ഫ്രീക്വൻസി കൂടുമ്പോൾ എനർജി കൂടും. അപ്പോൾ ഇവിടെ എന്താ, വേവ് ലെങ്ത് കൂടുതലാണ്, അപ്പോൾ ഫ്രീക്വൻസി കുറയും. വേവ് ലെങ്ത് കൂടുതലാണ്, അപ്പോൾ ഫ്രീക്വൻസി കുറയും, അപ്പോൾ എനർജി കുറയും. അതുകൊണ്ടാണ് ഇതിനെന്ത് വിളിക്കുന്നത്, സോഫ്റ്റ് എക്സ്റേ എന്ന് വിളിക്കുന്നത്. അപ്പോൾ സോഫ്റ്റ് എക്സ്റേയുടെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് 4 ആംഗ്സ്ട്രോം ആയിരിക്കും. ഓക്കെ, അതുപോലെ ഇതിൻ്റെ പ്രോപ്പർട്ടി ലോ പെനിട്രേറ്റിംഗ് പവർ, തുളച്ച് കയറാനുള്ള കഴിവ് കുറവായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഇതിവിടെ യൂസ് ചെയ്യേണ്ട പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ലോ പൊട്ടൻഷ്യൽ ആയിരിക്കും, ഹൈ പ്രഷർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ സോഫ്റ്റ് എക്സ്റേ എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത് 4 ആംഗ്സ്ട്രോം ആണ്, അതുപോലെ തന്നെ അതിൻ്റെ എനർജി കുറവാണ്, ഫ്രീക്വൻസി കുറവാണ്, അതുകൊണ്ട് എനർജി കുറവായിരിക്കും. പിന്നെ അത് പ്രോപ്പർട്ടി ലോ പെനിട്രേറ്റിംഗ് പവർ ആണ്, തുളച്ച് കയറാനുള്ള പവർ കുറവാണ്. ലോ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഇതിനിടയിൽ കൊടുക്കേണ്ട പൊട്ടൻഷ്യൽ ഡിഫറൻസ് കുറവായിരിക്കും, പക്ഷേ ഹൈ പ്രഷറാണ്. ഓക്കെ, ഇനി നമുക്ക് ഹാർഡ് എക്സ്റേ എന്താണ്. ഹാർഡ് എക്സ്റേ എന്ന് പറയുമ്പോൾ വേവ് ലെങ്ത് 1 ആംഗ്സ്ട്രോം വന്നു, അപ്പോൾ ഫ്രീക്വൻസി, വേവ് ലെങ്ത് കുറഞ്ഞു, അപ്പോൾ ഫ്രീക്വൻസി കൂടി, എനർജി കൂടി. അപ്പോൾ ഇത് എനർജി കൂടുതലുള്ളതാണ്, എനർജി കൂടുതലാണ്, അതുകൊണ്ടാണ് ഇതിന് ഹാർഡ് എക്സ്റേ എന്ന് പറയുന്നത്. പ്രോപ്പർട്ടി എന്തായിരിക്കും, ഇവിടെ ലോ പെനിട്രേറ്റിംഗ് ആണ്, ഇവിടെ എന്തായിരിക്കും, ഹൈ പെനിട്രേറ്റിംഗ്, അല്ലേ, ഹൈ പെനിട്രേറ്റിംഗ് പവർ, ഹൈ പെനിട്രേറ്റിംഗ് പവർ ആയിരിക്കും, ഹൈ പെനിട്രേറ്റിംഗ് പവർ. ഓക്കെ, പിന്നെ അടുത്ത എന്താ, ലോ പി ഡിക്ക് പകരം ഇവിടെ എന്തായിരിക്കും, ഹൈ പി ഡി ആയിരിക്കും, ഹൈ പൊട്ടൻഷ്യൽ, ഹൈ പി ഡി.
എന്നാൽ ഇതിനിടയിൽ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ ഹൈ ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഹൈ പ്രഷർ ആയതുകൊണ്ട് ഇവിടെ എന്തായിരിക്കും? ലോ പ്രഷർ ആയിരിക്കും. ലോ പ്രഷർ. ഓക്കെ, ലോ പ്രഷർ. അപ്പോൾ ഇതാണ് ഹാർഡ് എക്സ്റേന്റെ പ്രോപ്പർട്ടി. ഹൈ പെനിട്രേറ്റിംഗ്, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അങ്ങനെ ഓർമ്മിച്ചാൽ മതി. ഹൈ പെനിട്രേറ്റിംഗ് പവർ, പിന്നെ ഹൈ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ലോ പ്രഷർ. ഓക്കെ, അതുപോലെ ഇതിൻ്റെ വേവ് ലെങ്ത് ഓർത്ത് വെക്കുക. പ്രോപ്പർട്ടീസ് ഓഫ് എക്സ്റേ. ഫസ്റ്റ് വൺ, X-ray is an electromagnetic wave. We know that electromagnetic wave means the direction of propagation of wave is perpendicular to direction of vibration. അതായത് ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും. ഈ രണ്ട് വൈബ്രേഷന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വേവ് ട്രാവൽ ചെയ്യുക. സോ ദാറ്റ് ഈസ് നോൺ ആസ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. അപ്പോൾ എക്സ്റേ എന്ന് പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ്. സോ അതിൻ്റെ വേവ് ലെങ്ത് റേഞ്ച് നാനോമീറ്ററിൽ പറയുകയാണെങ്കിൽ 0.01 നാനോമീറ്റർ ടു 10 നാനോമീറ്റർ, ഇത്ര റേഞ്ചിൽ അത് കിട്ടുന്നുണ്ടാവും. ഓക്കെ, 0.01 നാനോമീറ്റർ ടു 10 നാനോമീറ്റർ. ഓക്കെ, they shows reflection, refraction, interference, polarization, diffraction. ലൈറ്റ് കാണിക്കുന്ന എല്ലാ പ്രതിഭാസങ്ങളും എല്ലാ ഫിനോമിനയും പിന്നെ എക്സ്റേയും കാണിക്കും. അതിൻ്റെ പെർട്ടിക്കുലർ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അത് കാണിക്കുന്നുണ്ടാവും. ഏതൊക്കെയാണ് ലൈറ്റ് കാണിക്കുന്നത്? റിഫ്ലക്ഷൻ ഉണ്ട്, റിഫ്രാക്ഷൻ ഉണ്ട്, അല്ലേ? റിഫ്ലക്ഷൻ ലൈറ്റ് തട്ടിയിട്ട് തിരിച്ച് അതേ മീഡിയത്തിലേക്ക് വരിക. റിഫ്രാക്ഷൻ ഒരു മീഡിയത്തിൽ നിന്ന് അടുത്ത മീഡിയത്തിലേക്ക് പോവുക. ഇൻ്റർഫറൻസ്, superposition of two or more wave in a medium. പിന്നെ ഡിഫ്രാക്ഷൻ, bending of light around an opaque obstacle. ഓക്കെ, പോളറൈസേഷൻ, ഇതൊക്കെ ഇത് കാണിക്കും. അതിൻ്റെ പെർട്ടിക്കുലർ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ആ കണ്ടീഷൻ കൊടുക്കുകയാണെങ്കിൽ ഇതൊക്കെ അത് കാണിക്കുന്നുണ്ടാവും. കാരണം എക്സ്റേയിൽ ഇതും നടക്കും. റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, പോളറൈസേഷൻ, ഇൻ്റർഫറൻസ്, ഡിഫ്രാക്ഷൻ. Okay, then second one, it is undeflected. Okay, in electric and magnetic field. അതായത് എക്സ്റേയുടെ പാത്തിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്താൽ അത് ഡിഫ്ലക്റ്റ് ചെയ്യില്ല. കാരണം എക്സ്റേ കണ്ടെയ്ൻ എനി ചാർജ് പാർട്ടിക്കിൾ. അതായത് എക്സ്റേ വിൽ നോട്ട് കണ്ടെയ്ൻ ഒന്നും, അതിനുള്ളിൽ ചാർജ് പാർട്ടിക്കിൾ അല്ല ഉള്ളത്. അതിലുള്ളത് എന്താ? അത് ഇലക്ട്രോമാഗ്നറ്റിക് വേവാണ്. അപ്പോൾ ചാർജ് പാർട്ടിക്കിൾ ഇല്ലാത്തത് കൊണ്ട്, കാരണം ഈ റേസിൽ ചാർജ് പാർട്ടിക്കിൾ ഇല്ല, ഇതൊരു വേവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റേസിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് ഡിഫ്ലക്റ്റ് ചെയ്യില്ല. അതുപോലെ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്താലും ഡിഫ്ലക്റ്റ് ചെയ്യില്ല. അത് വളരെ സ്ട്രെയിറ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ ഗാമാ റേ ഒക്കെ പോകുന്ന പോലെ സ്ട്രെയിറ്റ് ആയിട്ട് മൂവ് ചെയ്യും. കാരണം ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഇലക്ട്രിക് ഫീൽഡിൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യില്ല? ഡിഫ്ലക്റ്റ് ചെയ്യില്ല. ആ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. സോ അതാണ് നമ്മുടെ രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് അൺഡിഫ്ലക്റ്റഡ് ആൻഡ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. അതാണ് രണ്ടാമത്തെ പോയിന്റ്, അൺഡിഫ്ലക്റ്റഡ്. ഓക്കെ, ദെൻ തേർഡ് വൺ, പെനിട്രേറ്റിംഗ് പവർ ഈസ് ഹൈ. അതായത് തുളച്ച് കയറാനുള്ള പവർ കൂടുതലാണ്. ഇത് ഡിപ്പെൻഡ്സ് ഡെൻസിറ്റീനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതായത് ഡെൻസിറ്റി കുറഞ്ഞതിൽ നല്ലോണം പെനിട്രേറ്റ് ചെയ്യും, ഡെൻസിറ്റി കൂടുതൽ പെനിട്രേറ്റിംഗ് പവർ കുറവായിരിക്കും. കാരണം അത്രയും ഡെൻസിറ്റി കൂടുതലുള്ളതുകൊണ്ട്. സോ ഹൈ പെനിട്രേറ്റിംഗ് പവർ. ദെൻ ഫോർത്ത് വൺ, ഇറ്റ് എഫക്ട് ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ്. എക്സ്റേ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിനെ എഫക്ട് ചെയ്യുക. അങ്ങനെയാണ് എക്സ്റേനെ ആദ്യമായിട്ട് റോൺജൻ കണ്ടെത്തിയിട്ടുള്ളത്. ഓക്കെ, ഇറ്റ് എഫക്ട്സ് ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ്. ഓക്കെ, ദെൻ ഫിഫ്ത്ത് വൺ, പ്രൊഡ്യൂസ് ഇലുമിനേഷൻ. അപ്പോൾ എക്സ്റേ ഇലുമിനേറ്റ് ചെയ്യുക. കാരണം ചില പെർട്ടിക്കുലർ സബ്സ്റ്റൻസിൽ തട്ടുന്ന സമയത്ത് ഇലുമിനേഷൻ കാണിക്കും. ഫോർ എക്സാമ്പിൾ ബേരിയം പ്ലാറ്റിനോ സയനൈഡും അതുപോലെ സിങ്ക് സൾഫൈഡ്, ഇതിലൊക്കെ തട്ടുന്ന സമയത്ത് എക്സ്റേ ഇലുമിനേറ്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ദെൻ ഇറ്റ് അയോണൈസ് ഗ്യാസസ്. എക്സ്റേ കടന്നു പോകുമ്പോൾ ഗ്യാഷ്യസ് മീഡിയ അയോണൈസ് ചെയ്യപ്പെടുന്നുണ്ടാവും. ഇറ്റ് അയോണൈസ് ഗ്യാസസ്. ദി സെവൻത് വൺ, ഫോട്ടോ ഇലക്ട്രിക്. ഇറ്റ് ഷോസ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. വി നോ ദാറ്റ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് അല്ല എന്താണെന്ന് നമുക്കറിയാം. ദ എമിഷൻ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം എ metal surface due to the irradiation of electromagnetic rays such as X-rays, gamma rays, even visible light. ഓക്കെ, അതായത് എക്സ്റേ എന്ത് കാണിക്കുന്നുണ്ട്? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. എക്സ്റേ ചില മെറ്റലിൽ വന്ന് തട്ടുന്ന സമയത്ത് അവിടുന്ന് തിരിച്ച് ഇലക്ട്രോൺ ജമ്പ് ചെയ്യാറുണ്ട്. ദാറ്റ് ഈസ് നോൺ ആസ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഓക്കെ, ദെൻ എയ്ത്ത് വൺ, ഇറ്റ് ഈസ് വെരി ഹാംഫുൾ ഇൻ ലിവിങ് ടിഷ്യൂസ്. ഓക്കെ, അതായത് എക്സ്റേ നമ്മുടെ ശരീരത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് പതിക്കുകയാണെങ്കിൽ നമ്മുടെ ലിവിങ് ടിഷ്യൂസിന് പല ഡാമേജ് വരും. ദാറ്റ് ഈസ് ദ കോസ് ഓഫ് ജെനറ്റിക് മ്യൂട്ടേഷൻ ഒക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മളിപ്പോൾ
ചില റേഡിയേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് എക്സ്റേ എന്നുള്ളത് നമ്മൾ എക്സ്റേ ആയിട്ട് നമ്മൾ സമയത്ത്, അതായത് നമ്മുടെ ശരീരത്തിൽ തട്ടുന്ന സമയത്ത് കൂടുതൽ സമയം തട്ടുകയാണെങ്കിൽ അവിടെയുള്ള സെൽസ്, ആ സെൽസിന് ഡാമേജ് സംഭവിക്കും. ഓക്കെ, അങ്ങനെ ജെനറ്റിക് മ്യൂട്ടേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഞാൻ ഒന്നുകൂടി ഇത് ബ്രീഫ് ചെയ്യാം. ദ പ്രോപ്പർട്ടീസ് ഓഫ് എക്സ്റേസ്. X-ray is an electromagnetic wave. Its wavelength in the range of 0.01 nanometer to 10 nanometer. We know that 1 nanometer equal to 10 raised to minus 9 meter. Okay. Then they shows reflection, refraction, polarization, diffraction, interference. Light കാണിക്കുന്ന എല്ലാ ഫിനോമിന ഇത് കാണിക്കുന്നുണ്ടാവും. Second one, it is undeflected in electromagnetic field. That deflected ആണ്. Electric field and magnetic field deflect ചെയ്യില്ല. Then third one, the penetrating power is very high. It depends density. The fourth one, it affect photographic plate. Fifth one, produce illumination. The X-ray bombarded with barium, platinocyanide and zinc sulfide, then it produce illumination. Then sixth one, it ionize gases. Seventh one, photoelectric, it produce photoelectric effect. Eighth one, it is the irradiation of X-ray is harmful to living tissues. Then it causes the genetic mutation. This is the properties of X-ray. Application of X-rays. First one, in surgery. നമുക്ക് എക്സ്റേയുടെ പ്രോപ്പർട്ടി നമുക്കറിയാം. ഹൈ പെനിട്രേറ്റിംഗ് പവറാണ്. മെയിനായിട്ട് ലോ ഡെൻസിറ്റി മെറ്റീരിയൽ, ഹൈ പെനിട്രേറ്റിംഗ് പവർ. സോ ലോ ഡെൻസിറ്റി മെറ്റീരിയൽ ലൈക്ക് വുഡ്, പേപ്പേഴ്സ്, സ്കിൻ, ഫ്ലഷ്, ബ്ലഡ്, സോ ഇതിനെയൊക്കെ പെനിട്രേറ്റ് ചെയ്തു പോകും. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഹൈ ഡെൻസിറ്റി മെറ്റീരിയൽ ലൈക്ക് ബോൺ, അയൺ, ഇതിനൊന്നും പെനിട്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ ബോണിൽ ഉണ്ടാവുന്ന ഫ്രാക്ചർ അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതായത് ബോണിലുണ്ടാകുന്ന ഫ്രാക്ചർ, അതുപോലെ ട്യൂബർക്കുലോസിസ് ഓഫ് ലങ്സിലുണ്ടാകുന്ന ഡാമേജ്, അതുപോലെ തന്നെ പ്രസൻസ് ഓഫ് ബുള്ളറ്റ്, നമ്മുടെ ബോഡിയിലൊരു ബുള്ളറ്റ് ഉണ്ട് അല്ലെങ്കിൽ ബോഡിയിലൊരു സ്റ്റോൺ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടി എക്സ്റേ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ സെക്കൻഡ് വൺ, ഇൻ റേഡിയോ തെറാപ്പി, അതായത് ക്യാൻസർ ചികിത്സയ്ക്ക്. അത് നമുക്കറിയാം, ക്യാൻസർ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ഭാഗത്തുണ്ടാവുന്ന സെൽ അത് ഡിസോർഡറായിട്ട് ഗ്രോ ചെയ്യാം. ഓക്കെ, അതിനൊരു റെഗുലർ അല്ലാതെ ഗ്രോ ചെയ്യാം. ദാറ്റ് ഈസ് നോൺ ആസ് ക്യാൻസർ. അപ്പോൾ അത്തരം സെല്ലിനെ നമുക്ക് ഡിസ്ട്രോയ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്റേ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ തേർഡ് വൺ, ഇൻ ഡിറ്റക്റ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് നമ്മുടെ ശരീരത്തിൽ സ്വർണ്ണം ഒളിപ്പിച്ചിട്ട് കടത്തുക. നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ ഒരുപാട് സ്വർണ്ണം ഇങ്ങനെ കടത്തി വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് അവർ ഡിറ്റക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മുടെ ചിലപ്പോൾ നമ്മൾ സ്വർണ്ണം വിഴുങ്ങുക, അതുപോലെ അങ്ങനെയുള്ള കാര്യം ഉണ്ടാകുന്ന സമയത്ത് എക്സ്റേ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം എക്സ്റേ ഈ മെറ്റലിൽ അതിനെ അധികം പെനിട്രേറ്റ് ചെയ്യില്ല. അപ്പോൾ അത് നമ്മുടെ ഇമേജ് അത് കാണാൻ വേണ്ടി പറ്റും അവിടെ എന്താണ് ഉള്ളത് എന്നുള്ളത്. അതുകൊണ്ട് ഡിറ്റക്റ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൽ എക്സ്റേ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇൻ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, നമ്മളൊരു ബിൽഡിംഗ് ഉണ്ടാക്കി, ആ ബിൽഡിംഗ് ഉണ്ടാക്കി അതിൽ ക്രാക്സ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ എക്സ്റേ അതിലൂടെ കടത്തിവിട്ട് നമുക്കതിൻ്റെ ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ എക്സ്റേ വെൽഡിംഗ് എന്ന് കേട്ടിട്ടുണ്ടാവും അല്ല. എക്സ്റേ വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ എക്സ്റേ കൊണ്ട് വെൽഡ് ചെയ്യുക എന്നുള്ള അർത്ഥം. നമുക്കറിയാം പൈപ്പ് ലൈൻസ്, അതായത് പിന്നെ പെട്രോളും ഡീസലും ഒക്കെ നമ്മൾ ഒരു സ്ഥലത്ത് വേറെ സ്ഥലത്തേക്ക് പോകുന്ന പൈപ്പ് ലൈൻസ്. ഈ പൈപ്പ് ലൈൻസിൽ വളരെ നേരോ ഹോൾസൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ നമ്മൾ ഇത് അയക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, അതൊക്കെ ലീക്ക് ചെയ്ത് പോകും. അപ്പോൾ അത്തരം വെൽഡിങ്ങിൽ നമ്മൾ എക്സ്റേ വെച്ചിട്ട് അത് എക്സാമിൻ ചെയ്യും. അതുകൊണ്ടാണ് ഇതിന് എക്സ്റേ വെൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള കൺസ്ട്രക്ഷനൊക്കെ ക്ലിയർ ആണോ നോക്കാൻ വേണ്ടിയാണ്. പിന്നെ അതുപോലെ ട്രേഡ് മെയിനായിട്ട് ആർട്ടിഫിഷ്യൽ ഡയമണ്ടും അതുപോലെ റിയൽ ഡയമണ്ടും അത് നമ്മൾ എക്സ്റേ കടത്തിവിട്ട് എക്സ്റേ ഡിഫ്രാക്ഷൻ ഉണ്ടാകും. ആ ഡിഫ്രാക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ അത് ആർട്ടിഫിഷ്യൽ ഡയമണ്ട് ആണോ റിയൽ ഡയമണ്ട് ആണോ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെയാണ് ഇൻ ലബോറട്ടറിയിൽ നമ്മൾ പല കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു സ്ട്രക്ചർ, ക്രിസ്റ്റലിൻ്റെ സ്ട്രക്ചർ കാണാൻ എക്സ്റേ ക്രിസ്റ്റലോഗ്രാഫി എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് തന്നെയുണ്ട്. ഓക്കെ, ഇപ്പോൾ സോഡിയം ക്ലോറൈഡ്, അതിൻ്റെ സോഡിയം അതുപോലെ തന്നെ ക്ലോറിൻ തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതുപോലെ ബോണ്ട് സ്ട്രെങ്ത്, അതൊക്കെ നമുക്ക് ഈ ഒരു ബ്രാക്സ് ലോ എന്ന് പറയുന്ന ഇക്വേഷനിൽ വെച്ച് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. സോ ദീസ് ആർ ദ അപ്ലിക്കേഷൻസ് ഓഫ് എക്സ്റേസ്. ഞാൻ ഇത് ബ്രീഫ് ചെയ്യാം. ദ ഫസ്റ്റ് വൺ ഇൻ സർജറി, okay, the second one in radiotherapy, okay, third one in detective department, okay, fourth one in engineering department,
അതുപോലെ തന്നെ 5th വൺ ഇൻ ട്രേഡ്, ദെൻ 6th വൺ ഇൻ ലബോറട്ടറി. സോ ഇവിടെയൊക്കെ എക്സ്റേ യൂസ് ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ ഒരുപാട് യൂസ് എക്സ്റേക്ക് ഉണ്ട്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സിലബസിൽ എക്സ്റേ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതായത് പ്രൊഡക്ഷൻ ഓഫ് എക്സ്റേ, അതുപോലെ തന്നെ എക്സ്റേൻ്റെ പ്രോപ്പർട്ടി എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്സ്റേ, ഓക്കെ, അപ്ലിക്കേഷൻ ഓഫ് എക്സ്റേ. സോ ഇത്രയും കാര്യങ്ങൾ വളരെ 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 പ്രധാനപ്പെട്ടാണ്. നന്നായിട്ട് പഠിക്കുക. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.